ട്രസ്റ്റ് മീ ഗൈസ്, ഒരിക്കലും ഞാനിവിടെ ഇങ്ങനെ വരണം എന്നൊരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തതേ അല്ല. എനിക്ക് വലിയ പ്ലാനിങ് ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഈ ഹുഡിയൊക്കെ ഇട്ട് കൂൾ കിഡായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇന്ത്യൻ്റെ മുഖ്യമന്ത്രിയാവും. നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ച മോഡിസോടാണ്. പിന്നെ അത് പോണം. ഞാൻ 12 ഇയേഴ്സ് ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്തതാണ്. 12 വർഷം ഞാൻ ഒരേ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ആ ജോലി ചെയ്യുമ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും ഭയങ്കര സിൻസിയറായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും സിൻസിയറായിട്ട് ചെയ്യും. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാന്നുള്ളതാണ്. സത്യം പറയാലോ, ഇവിടം വരെ എത്തിക്കാനല്ല പാട്, ആ എത്തിച്ച സാധനം ആ ഒരു പാരലലി അല്ലെങ്കിൽ അതിനൊന്ന് ഇടയ്ക്ക് ഒന്ന് കയറ്റി കൊണ്ടുപോകാനാണ് ഭയങ്കര പാട്. അത് നിങ്ങൾ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു. ചൈതന്യ. ഹായ്, എൻ്റെ പേര് ചൈതന്യ പ്രകാശ്. ട്രസ്റ്റ് മീ ഗൈസ്, ഒരിക്കലും ഞാനിവിടെ ഇങ്ങനെ വരണം എന്നൊരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തതേ അല്ല. എനിക്ക് വലിയ പ്ലാനിങ് ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഈ ഹുഡിയൊക്കെ ഇട്ട് കൂൾ കിഡായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചൈതന്യ_പ്രകാശ്_ ആണ്. ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു കോണ്ടൻറ് ക്രിയേറ്റർ ആണ്. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാവരും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ കുറേ ഡാൻസ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ റിലേറ്റബിൾ സ്റ്റഫ്സ് കാണാൻ പറ്റും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇസാന്റെ വർത്താനം കേൾക്കാനാണ് അല്ലേ? കാര്യം പറച്ചിൽ കൊണ്ട് കേരളത്തിലെ ഇൻസ്റ്റഗ്രാമിനെ മുഴുവൻ തൂത്തുവാരി എടുത്ത ഒരാളാണ് ഇസാൻ അല്ലേ? ഇസാൻ രണ്ട് വർത്താനം പറഞ്ഞേ കേക്കട്ടെ. ഹായ്, ഞാൻ ഇസാന്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണലുണ്ടോ? അപ്പം ഇനി പുതിയ പുതിയ വീഡിയോസ് ഇങ്ങനെ വരും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. എൻ്റെ പേര് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കുറച്ച് പേർക്ക് അറിയാം. എൻ്റെ പേര് ശരിക്കും ഗോവിന്ദ് എന്നാണ്. കേരള ഫുഡി എന്നാണ് കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് അറിയാം. ആൻഡ് അതെ, എൻ്റെ വീട് തൃശ്ശൂരാണ്. ആൻഡ് ഞാനിങ്ങനെ ആക്ച്വലി പരിപാടിക്കൊന്നും വരാറില്ല. പിന്നെ എൻ്റെ അടുത്ത് ആദ്യം വിളിച്ചത് ജിനിച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവരൊന്നും ഇല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് 2 വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് ഫേസെങ്കിലും ഓർമ്മയുണ്ടാവും, പേരും ഓർമ്മയുണ്ടാവും. അടുത്ത പ്രാവശ്യം ഇന്നൊരു ബ്രാൻഡ് വന്നിട്ടുണ്ട്, അപ്പോൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആരൊക്കെ നോക്കണം എന്ന് ആലോചിക്കുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ ആലോചിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത്. അപ്പോൾ അത് തന്നെ ബിസിനസ്. നമുക്ക് ലാഗ് ചെയ്ത സെഷനിലേക്ക് പോകാം. 3 ടൈപ്പ് ഓഫ് ക്രിയേറ്റേഴ്സ് ആണ് ഇവരല്ലേ? ചൈതന്യ കുറച്ചുകൂടി ഡാൻസ് റീൽസ് അങ്ങനത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇസാൻ കുറച്ചും കൂടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് റിയൽ കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ. അതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ട് കേരള ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ മലയാളി ഓഡിയൻസിനൊരു പ്രത്യേകതയുണ്ട്. ഏത് ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ് വന്നാലും അതിനെ ഭയങ്കര 2 കൈ നീട്ടി എപ്പോഴും സ്വീകരിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ഓഡിയൻസ് ആണ് മലയാളികൾ. അതുപോലെ തന്നെ ക്രിറ്റിസിസംസും ഒരുപാട് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുള്ള ഒരു ഇതാണ് മലയാളികൾ എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? എനിക്ക് എപ്പോഴും ഒരേ കോണ്ടൻറ്റ് ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ ഡാൻസ് വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലൈക്ക് എൻ്റെ ഇപ്പോൾ ഒരു 5 days അടുപ്പിച്ച് ഞാൻ ഡാൻസ് വീഡിയോസ് ഇടുവാണെങ്കിൽ അത് ആളുകൾക്ക് പെട്ടെന്നൊരു മടുപ്പ് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ റിലേറ്റബിൾ വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നെങ്കിൽ അത് പെട്ടെന്നൊന്ന് ആളുകൾക്ക് ഒരു റീച്ച് കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോഴും ക്രിറ്റിസിസം ആണോന്നറിയില്ല, ഈവൻ എനിക്കും മെസ്സേജിൽ വരാറുണ്ട്. ഇപ്പോൾ കുറേ റിലേറ്റബിൾ സ്റ്റഫ്സ് ആണല്ലോ ഇടുന്നത്, ഒരു ഡാൻസ് വീഡിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി കോണ്ടന്റ് ഇടൂ, ബ്യൂട്ടി വീഡിയോ ഇടൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഓഡിയൻസ് തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഓഡിയൻസ് ആണ് ഏറ്റവും വലുത്, നമ്മുടെ വ്യൂവേഴ്സാണ് ഏറ്റവും വലുത്. അപ്പോൾ അവർ തരുന്ന സജഷൻസ് നോക്കി ഓക്കെ ഇങ്ങനെ എനിക്ക് 2 കമൻറ്റ്സ് വന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, അപ്പോൾ ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട്, ദൈവം സഹായിച്ച്. അങ്ങനെ ഇസാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നിയത് എവിടെ വെച്ചിട്ട്, എവിടെയെങ്കിലും വെച്ചിട്ട് അയ്യോ സ്റ്റക്കായിപ്പോയോ, എൻ്റെ കോണ്ടന്റ് ക്രിയേഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ തോന്നാൻ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. അപ്പം എന്നാ ചെയ്യാറ് ഇസാൻ? അപ്പോൾ നല്ല പ്ലാനിങ് അവിടെ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞു. ചില നേരം അങ്ങനെ ദേഷ്യം പിടിക്കാനുണ്ട്, ചില നേരം നന്നായിട്ട് തോന്നാനുണ്ട്, പിന്നെ അങ്ങനെ പോണു. ഇസാൻ എങ്ങനെയാ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നത്? എങ്ങനെ, ആരാ പറഞ്ഞത് ഇങ്ങനെ ഇട്ടാ ഇസാന്റെ കാര്യം പറച്ചിൽ നല്ല രസമാണ്, അങ്ങനെയൊക്കെ ആരാ പറഞ്ഞു തന്നത്, ഇത് വീഡിയോ ആക്കിയാൽ നല്ലതായിരിക്കും, അതെങ്ങനെയാ തോന്നിയത്? അതിൻ്റെ ബ്രദർ ഇങ്ങനെ കണ്ടുപിടിച്ച് ഫസ്റ്റത്തെ വീഡിയോ തന്നെ നല്ല റീച്ച് കറിയിക്കണേ, അതിൽ പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്. ഇസാൻ ഏറ്റവും കൂടുതൽ മെസ്സേജസ് എന്തൊക്കെയാ? നമുക്ക് ഇൻബോക്സിൽ കുറേ മെസ്സേജ് വരുമല്ലോ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇസാന്റെ വീഡിയോസിനെ പറ്റി ഇസാന് സന്തോഷം തോന്നിയൊരു മെസ്സേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ഇസാനെ പോലെ കുറേ കുട്ടികൾ കോണ്ടന്റ് ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഇസാനെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള സ്വന്തമായിട്ട് റിയൽ കോണ്ടന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ അവരോട് ഇസാൻ എന്താ പറയാനുള്ളത്? എങ്ങനെ കോണ്ടന്റ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇസാന്റെ പെർസ്പെക്റ്റീവില്? നന്നായിട്ട് അഭിനയിക്കുക, അങ്ങനെയൊക്കെ. ഒന്ന് അഭിനയിച്ച് കാണിക്കുമോ? ആ പ്ലാനിങ്ങിന്റെ ഡയലോഗ് ഒന്ന് പറയുമോ? പറയും, എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുക. പ്ലാനിങ് ഡെയിലി നടക്കണ്ടേ. സൂക്ഷ്മദർശിനിയിൽ ആ ഡയലോഗ് വന്നു അല്ലേ, നസ്രിയ പറഞ്ഞ്, അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ആ ഡയലോഗ് നമ്മൾ സിനിമ കണ്ട് തീർത്തു. അതിനുശേഷം ഇൻസ്റ്റഗ്രാം റീൽസിൽ കുറച്ച് നാൾ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. നസ്രിയ പറയുന്നുണ്ട് എന്താവുന്നൊന്നും അറിയില്ല, പക്ഷെ പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട്. ആ വീഡിയോ അവസാനിക്കുന്ന ഇങ്ങനെയാണ്, ദ ഒറിജിനൽ ക്രിയേറ്റർ പറഞ്ഞിട്ട് ഇസാൻ പറയുന്നത്. അത് കണ്ടപ്പോൾ എന്താ ഇസാന് തോന്നിയേ? നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ, കേരള ഫുഡി ഗോവിന്ദ് എന്ന് പറയുമ്പം ഫുഡ് കഴിക്കുന്നതിനപ്പുറം ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളുടെ കഥകൾ, അല്ലെങ്കിൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ എപ്പോഴും കവർ ചെയ്യും. ലൈക്ക് ബയോയിൽ പറഞ്ഞിരിക്കുന്ന മോർ ദാൻ ഒരു സ്റ്റോറി ടെല്ലർ ടൈപ്പ് ഓഫ് ക്രിയേറ്റർ ആയിട്ടാണ് സ്വന്തമായിട്ട് തന്നെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മലയാളികളുടെ ഇടയിൽ കാണുന്നത്. സോ അത്തരത്തിൽ ഒരു സ്റ്റോറി ടെല്ലിങ്ങും ഒരു ഫുഡിയും ഇത് രണ്ടും കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്തു പോകുന്നത്? എനിക്ക് ആക്ച്വലി കൂടുതൽ ഇഷ്ടം സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഫുഡ് ഇഷ്ടമാണ്, ഫുഡ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അതുപോലെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ സ്റ്റോറി ടെല്ലിംഗ് പാർട്ടാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ കുറേ നാളിപ്പോൾ എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ലേ, അപ്പോൾ സ്റ്റോറി മാത്രം ടെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ചില സമയത്ത് ചില ബ്രാൻഡുകൾ പറയുന്ന പോലെയൊക്കെ വീഡിയോ അതല്ല ആക്ച്വലി എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഈ സ്റ്റോറി ടെല്ലിങ്ങും കുറച്ച് ഡോക്യുമെൻ്ററി കൈൻഡ് ഓഫ് വീഡിയോസും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇട്ട് പോകുന്നു. ചിലപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ളതൊക്കെ ഇടാൻ നോക്കും. അല്ലാത്തപ്പോൾ എനിക്കിഷ്ടമുള്ളത് വീഡിയോസ് ചെയ്യും. എനിക്കിഷ്ടമുള്ള വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ബോറടിക്കാത്തത്. എപ്പോഴും നമ്മൾ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള വീഡിയോ ഇടാൻ പോയി കഴിഞ്ഞാൽ നമുക്കിതൊരു ജോലിയായിട്ട് തോന്നും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്കൊരു ജോലി അല്ല എന്നുള്ളത് കൊണ്ടാണ് എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴും ഒരു മടുപ്പൊന്നുമില്ലാത്തത്. അതാണ് അതിൻ്റെ കാര്യം. മോർ ലൈക്ക് എ ഫോളോയിങ് പാഷൻ. ഗവൺമെന്റ് ജോബ് ഉണ്ടായിരുന്നില്ലേ നേരത്തെ? അത് ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുക, അതും എപ്പോഴും നമുക്കിതൊരു ഉറപ്പില്ലാത്ത ഫീൽഡാണ്. എപ്പോൾ വേണമെങ്കിലും ലൈക്ക് അങ്ങനെ ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് കൊണ്ട് മാത്രം നമുക്ക് ഫുഡ് കഴിക്കാനുള്ള വക കിട്ടൂല. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ എപ്പോഴും ഇതിനകത്തൊരു ചലഞ്ചിങ് പോർഷൻ ഉണ്ട്. അപ്പം അത്രയും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രൊഫഷൻ മാറ്റി ഇതിലേക്ക് വരാനെടുത്ത ആ ഒരു മൊമെന്റ് അതെങ്ങനെയായിരുന്നു എത്തിച്ചേർന്നത്? ഇത് ആക്ച്വലി ഞാൻ 12 years ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്തതാണ്.
12 വർഷം ഞാൻ ഒരേ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ആ ജോലി ചെയ്യുമ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും ഭയങ്കര സിൻസിയറായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും സിൻസിയറായിട്ട് ചെയ്യും. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും, എനിക്ക് തോന്നുന്നു, അത് ഇൻസ്പിറേഷനായിട്ട് പറയുമ്പോഴും എങ്ങനെ പറയുകയാണെങ്കിലും. പക്ഷെ ഞാനത് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. സോ മേ ബി കുറച്ച് പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഫെയിലായി മാറാം. ഇതിന് ഒരു ഉറപ്പൊന്നുമില്ല. പക്ഷെ അപ്പോഴും ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ എടുത്തൊരു തീരുമാനത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോലി കളഞ്ഞ ആളാണ് ഞാൻ. അതെനിക്ക് ഇഷ്ടമില്ലാത്ത ജോലി കളഞ്ഞ ആളാണ്. സോ നമ്മൾ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ, ഒരു പോയിന്റ് ഓഫ് ടൈം, ഒരു ഏജ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് റിഗ്രറ്റായി, ലൈഫിലൊന്നും സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റോടുകൂടി ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്ത് ഫെയിലാവുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല. യെസ്. നമുക്കിപ്പം ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം, ഇൻഫ്ലുവൻസറിനെ എന്നതിനേക്കാൾ മുകളിൽ ഇതൊരു ആസ് എ പാഷൻ കോണ്ടന്റ് ക്രിയേഷൻ ആണല്ലോ. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നാണ് തോന്നുന്നത്? സ്റ്റാർട്ട് ഫ്രം ഫെയിലിയർ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പറയാനുള്ളൊരു സ്റ്റെപ്പ്. ആരും ഒരു ബെസ്റ്റ് കോണ്ടന്റ് തന്നെ ആദ്യം കൊടുക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാരും ബാഡ് കമൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് മോശമാണ്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസൊക്കെ കുറച്ചും കൂടി നല്ല വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അത് വെച്ച് നമ്മൾ തന്നെ നമ്മളെ കമ്പയർ ചെയ്യും. പക്ഷേ ഇതൊരു സ്ലോ പ്രോസസ്സാണ്. നമ്മൾ ആദ്യം ഇടുന്ന വീഡിയോ ഭയങ്കര മോശമായിരിക്കാം. രണ്ടാമത് ഇടുന്ന വീഡിയോ അതിലത്തെ കുറച്ച് മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാറ്റി വീണ്ടും ഇടുന്നതായിരിക്കാം. അങ്ങനെ. സോ ഇതൊരു സ്ലോ ആദ്യം തന്നെ എപ്പോഴും നമ്മളൊരു നല്ല വീഡിയോ അങ്ങോട്ട് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണുന്ന ആൾക്കാർ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനും നല്ലൊരു വീഡിയോ ആയിരിക്കും. ജസ്റ്റ് ലൈക്ക് എ സിനിമ. ഒരു ഡയറക്ടർ ആദ്യം തരുന്നൊരു സിനിമ ഗംഭീര പടമാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത പടം ഫെയിലായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്കത് ആളൊരു ഫെയിലിയർ ആണെന്നൊക്കെ തോന്നും. നമ്മൾ സ്ലോലി നമ്മുടെ കയ്യിലുള്ള സ്റ്റെപ്പ് കാണിച്ചാൽ മതി. നമ്മളിൽ വലിയൊരു സ്റ്റെപ്പ് ഉണ്ടെങ്കിലും നമ്മൾ വളരെ ഹമ്പിളായിട്ടുള്ള ഇതിൽ നിന്ന് ബിഗിൻ ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഒരുപാട് ബ്രാൻഡ് കൊളാബറേഷൻസ് ഒക്കെ ചൈതന്യ സ്ഥിരമായി ചെയ്യാറുണ്ട്. സോ അത്തരത്തിൽ ബ്രാൻഡ് കൊളാബറേഷൻസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇത് നമ്മളിപ്പോൾ ചില എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യണമെന്നുണ്ട്. ഇൻഫ്ലുവൻസസ് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു സാധ്യതകളുള്ളൊരു ഓപ്ഷനായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അങ്ങനെ അത്തരത്തിലൊരു ബ്രാൻഡ് കൊളാബറേഷന് നമ്മൾ ചൈതന്യ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാനാണ് ചൈതന്യ ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവുക എന്ന് തോന്നിയിട്ടുള്ളത്? ഫസ്റ്റിൽ തന്നെ ഞാൻ എല്ലാ ബ്രാൻഡ്സും ചെയ്യാറില്ല. എനിക്ക് ട്രസ്റ്റായിട്ടുള്ള, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡ്സാണ്. ഇപ്പോൾ ബ്യൂട്ടിയുടെ കേസിലാണെങ്കിൽ അങ്ങനെ, ടെക്കിൻ്റെ കേസിലാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ബ്രാൻഡ്സാണ് ഞാൻ എടുക്കാറുള്ളത്. പിന്നെ പണ്ടൊക്കെ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ഫ്രീഡം എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരുന്നു. അവരെന്താണോ പറയുന്നത് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, കുറേ മാറിയിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പോൾ ബ്രാൻഡ്സ് ആയാലും നമ്മളോടും സജഷൻസ് ചോദിക്കും. നമ്മൾ പറയുന്ന സജഷൻസ് അവർ ഓക്കെ മൈൻഡിൽ എടുക്കാനായിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. അത് ഭയങ്കര ഒരു ഇതാണ്. പിന്നെ എക്സ്പെക്റ്റേഷൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, റീച്ചിന് ഉപരി എനിക്കിപ്പോൾ ഒരു ബ്രാൻഡുമായിട്ട് എനിക്ക് ഇപ്പോൾ ആ ബ്രാൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് തരണം എന്നുണ്ടെങ്കിൽ, എന്താണോ ഇപ്പോൾ അവർ തരുന്ന പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ അത് ടെക് ആയാലോ അല്ലെങ്കിൽ ബ്യൂട്ടി ആയാലോ എന്തോ ആയിക്കോട്ടെ, അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്ന പോയിൻറ്റ്സൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക. അത് നമ്മളുടെ ഒരു ഫ്രീഡത്തിൽ കറക്റ്റായിട്ട് അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അവരുടെ മൈൻഡിൽ എന്താണുള്ളത് അത് നമ്മൾക്ക് അങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, റീച്ച് എന്നുള്ളത് അവർക്കൊരു പ്രശ്നമായിട്ട് എനിക്കിതുവരെ ഞാനത് കണ്ടിട്ടില്ല. അവർ ആഡ് റൺ ചെയ്യിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്.
അങ്ങനെയാണ് എനിക്ക് കുറേയും കൂടെ ഇപ്പം ഞാൻ വർക്ക് ചെയ്തൊരു ബ്രാൻഡുമായിട്ട് എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പിന്നെയും വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് എനിക്കത് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്കതിനുള്ള ഫ്രീഡം അവർ ചെറുതായിട്ടല്ല നല്ലോണം തരുന്നുമുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് മെയിൻലി ഉള്ളത്. അപ്പോൾ ചൈതന്യ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റീവ് ഫ്രീഡം ആണ്. ഇപ്പോൾ ചൈതന്യ ഒരു മാർക്കറ്റർ സമീപിക്കുകയാണ്, അതായത് ഇന്ന പോലെ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസർ കൊളാബറേഷന് താല്പര്യമുണ്ട്. ആ മാർക്കറ്റർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ, അവിടെ എന്താണ് ചൈതന്യ എക്സ്പെക്ട് ചെയ്യുന്നത്? അതായത് ഒരു 2-way വർക്ക് ആണല്ലോ, ഇവിടെ പറയുന്ന കാര്യം അപ്പുറത്തും കമ്മ്യൂണിക്കേറ്റഡ് ആവണം. അപ്പം എത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അത് പോസിബിൾ ആക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ബ്രാൻഡ് വീഡിയോ നമ്മുടെ അക്കൗണ്ടിൽ വരണമെങ്കിൽ അത് ബ്രാൻഡ് പറയുന്ന പോലെ മാത്രം ചെയ്താൽ അങ്ങനെ വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ വിചാരിക്കുന്ന പോലെ മാത്രം ചെയ്താലും അതങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 പേരുടെയും കൂടെ സജഷൻസ് ഏറ്റെടുത്ത് നമ്മൾ അത് കറക്റ്റായിട്ട് മീറ്റിങ്സും കാര്യങ്ങളും എല്ലാം വെച്ച് പ്രോപ്പറായിട്ട് പോയാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരുള്ളൂ, അതൊരു പ്രോപ്പർ വീഡിയോ ആയിട്ട് വരുള്ളൂ. ആൻഡ് വൺസ് അഗെയിൻ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇൻഫ്ലുവൻസർ മാർക്കറ്റേഴ്സ് ചൈതന്യെ സമീപിക്കുമ്പോൾ ഏത് രീതിയിലുള്ള അപ്രോച്ച് ആയിരിക്കണം നടത്തേണ്ടത്? അതായത് എങ്ങനെ അപ്രോച്ച് ചെയ്താലായിരിക്കും ചൈതന്യക്ക് മനസ്സിലാവോ ഇവരുമായിട്ട് വർക്ക് ചെയ്യാൻ നല്ലതാണ്? ബിക്കോസ് ഇവിടെ ഒരുപാട് മാർക്കറ്റേഴ്സ് ഉണ്ട്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നവരുണ്ട്. സോ അവർക്ക് അറിയില്ല എത്തരത്തിലൊരു ഇൻഫ്ലുവൻസറിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. നല്ല രീതിക്ക് ഡീൽ ചെയ്യുക. നിങ്ങളാരും ഞങ്ങളെ എങ്ങനെ അഹങ്കാരത്തോടെ ഡീൽ ചെയ്യാതിരിക്കുക. ചില ബ്രാൻഡ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്, ഭയങ്കര വാശിയാണ് അവർക്ക്. അവരൊരു കാര്യം പറഞ്ഞാൽ അത് അവർക്ക് വേണം എന്നുള്ള വാശിയാണ്. ഈവൻ ദോ നമുക്കറിയാം നമ്മുടെ പേജിൽ അത് വർക്കൗട്ട് ആകില്ല എന്നറിയാമെങ്കിലും അവർക്ക് വാശിയാണ്, അത് അങ്ങനെ തന്നെ വേണം എന്ന്. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക, ഞങ്ങളെ കൂടെ ഒന്ന് സജഷനിൽ എടുക്കുക. പിന്നെ ചിലപ്പോൾ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം ഞാൻ പറയാം. ചില ബ്രാൻഡിന് എന്താ വേണ്ടതെന്ന് അവർക്കറിയില്ല. അവർക്കിപ്പോൾ ഒരു വീഡിയോ, ഓക്കെ ഒരു റീൽ വീഡിയോ ആണ് നമുക്ക് ഡെലിവറബിൾ വേണ്ടതെന്ന് പറയും. പക്ഷെ ബ്രാൻഡിന് നമ്മളങ്ങനെ ഒരു 3 കോൺസെപ്റ്റും അവർക്ക് കൊടുക്കുകയാണ്, ഇതാണ് എൻ്റെ 3 കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സ്റ്റിൽ അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല അവർക്ക് എന്താണ് വേണ്ടതെന്ന്. അങ്ങനെ വരുമ്പോൾ അറ്റ് ദി എൻഡ് അത് ഭയങ്കര പ്രശ്നമാവും. നമ്മൾ വീഡിയോ ചെയ്ത് ഔട്ട് കൊടുക്കുമ്പോഴായാലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അവർ പറയുന്ന ഓക്കെ അവർ തന്നെ സെലക്ട് ചെയ്ത കോൺസെപ്റ്റ് ആണെങ്കിലും ദ അതർ കോൺസെപ്റ്റ് വിൽ വർക്ക് അങ്ങനെ തോന്നുന്നു. സോ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റിലെ ബ്രാൻഡിന് തന്നെ ഒരു ഐഡിയ ഉണ്ടാവണം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന സാധനം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന കോൺസെപ്റ്റ്. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നമുക്ക്. പിന്നെ എല്ലാം ടൈമിന് നിങ്ങൾ മാറ്റാണ്ടിരിക്കുക. അതായത് വർക്കിംഗ് അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഔട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ അല്ലായിരുന്നു വേണ്ടുന്നത്, അങ്ങനെയായിരുന്നു വേണ്ടുന്നത് എന്ന് ടൈമിൽ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈവൻ ദോ നല്ല രസമാണ്. ഐ എൻജോയ് എ ലോട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കാനും ഇങ്ങനെ സംസാരിക്കാനും. അത്രേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല, കൂളാണ്. ബ്രാൻഡ്സ് വർക്ക് തരേണ്ടത് കൊണ്ട് ഞാനിങ്ങനെ പറയും. ഇനി ഒരു ചോയ്സസ് മാറിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ഇപ്പം ചൈതന്യ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന കൊളാബറേഷൻസ് ടൈപ്പ് ഓഫ് കൊളാബറേഷൻസ് അല്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ചോയ്സ് മേക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റേഴ്സിന് എപ്പോഴും വരുന്നൊരു ഡൗട്ടാണ് ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ഏത് ആപ്റ്റായിട്ടുള്ള ആളെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോണ്ടൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചൈതന്യക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മാർക്കറ്റർ ചൈതന്യയുടെ പേജ് കാണാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഈ ടൈപ്പ് ഓഫ് കോണ്ടൻസ് എനിക്ക് പറ്റും എന്നുള്ളത്? ലൈക്ക് എങ്ങനെയാണ് ഇപ്പം ഞാൻ പറയാം നേരത്തെ പറഞ്ഞ പോലെ ബ്യൂട്ടി പ്രോഡക്ട്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പം നേരത്തെ പ്രീ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ആണ് ചൈതന്യക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അവർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആക്ച്വലി എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അയ്യോ കുഴപ്പമായോ? അതായത് ഇപ്പോൾ ചൈതന്യയുടെ പേജിൽ പല ടൈപ്പ് ഓഫ് കോണ്ടൻസ് ആണ് വരുന്നത്. അപ്പം മാർക്കറ്റ് ഇപ്പോൾ ചൈതന്യ തന്നെ നേരത്തെ പറഞ്ഞു ആദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഈ ബ്രാൻഡിൻ്റെ പോസ്റ്റ് നമുക്ക് പറ്റുന്നതാണോ ഇല്ലയോ എന്ന്. ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പേജാണ് ചൈതന്യയുടെ. അപ്പോൾ എത്തരത്തിലുള്ള കോണ്ടൻസ് ആണ് ചൈതന്യക്ക് പറ്റുന്നത്, എങ്ങനെയാണ് മാർക്കറ്റേഴ്സ് അത് മനസ്സിലാക്കേണ്ടത്? ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഒരു മെയിൻ അക്കൗണ്ടിൽ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് വീഡിയോസും കാണാം, റിലേറ്റബിൾ ആയിട്ട് പോകുന്നതും കാണാം. എനിക്ക് മെയിൽ ഓഡിയൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ
ഫീമെയിൽ ഓഡിയൻസ് കുറച്ച് കുറവാണ്. ഞാൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും സ്ട്രോങ് ഫീമെയിൽ ഓഡിയൻസ് ആണ്. കാര്യം എൻ്റെ ഒരു ഇതിൽ ഫീമെയിൽ ഓഡിയൻസ് വന്നാലേ കാര്യമുള്ളൂ. കാര്യം നമുക്ക് ബ്യൂട്ടിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഫീൽഡ്. അത് വേണമെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ഓഡിയൻസ് വേണം. അപ്പോൾ ഫീമെയിൽ ഓഡിയൻസ് വന്നിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ അല്ലാത്ത ഒരു ബ്രാൻഡ് വരുവാണെങ്കിലും ഇപ്പോൾ ആളുകൾ കണ്ടിരിക്കണം എന്നതാണെങ്കിൽ ഞാൻ ഒരു പ്രൊഡക്റ്റിനെ പറ്റി മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ആളുകൾ കണ്ടിരിക്കില്ല. അത് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഡാൻസൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ ആളുകൾക്കത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ബ്യൂട്ടി ബ്രാൻഡുകൾ ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ വേറെ ബ്രാൻഡ്സ് ഉണ്ട്, അവർക്ക് എന്താ പറയുക കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് എന്നുള്ള രീതിയിലുള്ള എഡിറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് വേറെ കുറച്ച് ബ്രാൻഡ്സ് സജസ്റ്റ് ചെയ്യും. സോ ബേസിക്കലി എൻ്റെ കൂടെ ബ്രാൻഡ്സ് വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് റീച്ച് മെയിനാണ്. റീച്ച് വേണം നമുക്ക്. പിന്നെ നമ്മുടെ കോണ്ടൻറ്റ് ഇതും കണ്ടിട്ടാണ്. ചില ബ്രാൻഡ്സ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്, ഞങ്ങൾക്കിത് കുറച്ച് ഡാൻസൊക്കെ മിക്സ് ചെയ്ത് ചെയ്യാനാണ് താല്പര്യം. ചിലർ പറയും നമുക്ക് ട്രാൻസിഷനാണ് വേണ്ടുന്നത്, നല്ല ക്യാമറ വർക്ക്സ് എഡിറ്റിംഗ് അങ്ങനെയാണ് നമുക്ക് വേണ്ടുന്നത്, അതിലൊരു കോണ്ടൻറ്റ് കൊണ്ടുവരണം. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഇസാനോടാണ്. ഇസാന് ബ്രാൻഡ് കൊളാബറേഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പം എങ്ങനെയാണ് അവർ ഇസാനെ അപ്രോച്ച് ചെയ്യുന്നത്? എങ്ങനെ ടൈപ്പ് ഓഫ് ഉള്ള ബ്രാൻഡുകളാണ് ഇസാനെ അപ്രോച്ച് ചെയ്യുന്നത് മെയിൻലി? കുറേ അക്കാഡമി ഉണ്ട്, പിന്നെ അച്ചാറ്, പിന്നെ അങ്ങനത്തെ കുറേ. ഇസാൻ ഒരു ബ്രാൻഡ് കൊളാബറേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇസാന്റെ നമ്മളിപ്പോ എപ്പോഴും ചെയ്യുന്ന കോണ്ടന്റ് കൊണ്ടല്ലോ വേറെ ആൾക്ക് വേണ്ടി പരസ്യം ചെയ്യുമ്പോൾ ഇസാന്റെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ പുറത്തല്ലേ വരിക, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്ക്രിപ്റ്റിംഗ് ഒക്കെ ഇസാൻ തന്നെയാണോ ചെയ്യുന്നത്? എനിക്ക് ഒരു ബ്രദറുണ്ട്, ബ്രദറാണ് എല്ലാം ചെയ്യുന്നത്. ബ്രദറാണ് സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്തു തരുന്നത് ആണ്. അപ്പൊ എങ്ങനെ ഇസാന്റെ ഐഡിയാസ് ഒക്കെ അതിൽ കൊടുക്കാറുണ്ടോ? ഇസാൻ എന്തെങ്കിലും ഇതിൽ ഇന്ന മാറ്റം വരുത്തണം, ഇങ്ങനെ ചേഞ്ച് ചെയ്യണം അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഒന്നും പറയാറില്ല, ചെയ്യലാണ് ഏറ്റവും ഇഷ്ടം. അഭിനയിക്കുക എന്നുള്ളതാണ്, അഭിനയിക്കാനാണ് ഇഷ്ടം. ഓക്കെ, താങ്ക് യു. നേരത്തെ പറയുന്നത് പോലെ ഫുഡിൽ ഒരുപാട് വെറൈറ്റീസ്, ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻലി കേരള ഫുഡി, അതായത് ഇപ്പോൾ ഫുഡെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ഇപ്പം ചില സാധനങ്ങൾ ചിലർക്ക് ഇഷ്ടമാണ്, ചില സാധനം ചിലർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻലി ശ്രദ്ധിക്കുന്നത് വീഡിയോ ചെയ്യുന്ന സമയത്ത്? ഒന്നുകൂടി അതായത് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത്, ഒരു ഫുഡ് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻലി ശ്രദ്ധിക്കാറുള്ളത്? കേരള ഫുഡിയുടെ പേജിന് വേണ്ടി മാത്രം യുണീക്ക് ആക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? മറ്റ് ഫുഡ് ബ്ലോഗേഴ്സ് പേജിൽ നിന്ന് കേരള ഫുഡിനെ യുണീക്ക് ആക്കി നിർത്തുന്ന രീതിയിൽ എന്താണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്? അധികം ഫുഡ് ബ്ലോഗ് കാണാതിരിക്കുക, അത് ഞാൻ ആദ്യം ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് ട്രാവൽ ചെയ്ത് വീഡിയോസ് ചെയ്യുക, എപ്പോഴും ഒരേ സ്ഥലത്ത് നിന്ന് വീഡിയോസ് ചെയ്യാതിരിക്കുക. ട്രാവൽ ചെയ്ത് വീഡിയോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിലെ മെയിനായിട്ടുള്ള കാര്യം. കുറച്ച് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരേ സ്ഥലത്തെ ഒരേ ഹോട്ടൽ പല ആൾക്കാർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ അത് മടുത്തു ബോറടിച്ചു. അപ്പോൾ അത് കാരണം അധികം ആൾക്കാർ കാണാത്ത ഭക്ഷണത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുക, പുതിയ ഡിഷസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതൊക്കെ തന്നെ. കോണ്ടന്റ് ക്വാളിറ്റി അതെങ്ങനെയാണ് ഓഡിയൻസ് മെഷർ ചെയ്യുന്നതാണ് ചൈതന്യക്ക് തോന്നിയിട്ടുള്ളത്? കോണ്ടന്റ് ക്വാളിറ്റി ഇനിയിപ്പം നമ്മൾ DSLR എടുത്താലും DSLR ആണല്ലോ ക്യാമറ, സോറി, DSLR ഫോണിലെടുത്താലും എന്തിലെടുത്താലും നമ്മുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ, സോറി ഗൈസ്, കോണ്ടന്റ് നല്ലതാണെങ്കിൽ അത് പോകും, റീച്ച് പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ആദ്യമേ DSLR എടുത്തുകൊണ്ടത്. പക്ഷെ നമ്മുടെ പേജ് നല്ല വൃത്തിക്ക് ഭംഗിക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടന്റ് DSLR തന്നെ എടുക്കാം. അങ്ങനെയല്ല, കോണ്ടന്റ് DSLR. പക്ഷേ
ഞാൻ പേഴ്സണലി പണ്ട് DSLR മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നിങ്ങൾ എൻ്റെ പേജ് നോക്കി അറിയാം, ഞാൻ ഫോണിലും ചെയ്യും. ഞാൻ ഓസ്മോ എന്ന് പറയുന്ന DJI, ഒരു ഓസ്മോ DJI അതിൽ ചെയ്യും, DSLR ചെയ്യും. മിക്സ്ഡ് ആണ് കാണാൻ പറ്റുന്നത്. പക്ഷേ എൻ്റെ റീച്ചിനെയോ ഒന്നിനും അതങ്ങനെ എഫക്റ്റ് ആയിട്ടുള്ള പോലെ എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്യാറേ ഇല്ല. എൻ്റെ ഒരു DSLR-ലെടുത്ത വീഡിയോ എങ്ങനെയാണോ പോകുന്നത് അതുപോലെയായിരിക്കും ഫോണിലെടുത്ത വീഡിയോയും പോകുന്നത്. പക്ഷെ നമ്മുടെ പേജ് നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് സ്റ്റൈലിഷായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ DSLR-ൽ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ കോണ്ടന്റ് അടിപൊളിയായിരിക്കണം, അത്രയേ ഉള്ളൂ. ഇസാൻ കോണ്ടന്റ് ക്വാളിറ്റിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യാറ്? വീഡിയോ പറഞ്ഞു അഭിനയിക്കുന്ന സമയത്തില്ലേ ക്യാമറ പൊസിഷൻസ് ഒക്കെ വെച്ച് അതൊക്കെ കോണ്ടന്റ് ക്വാളിറ്റി ഇസാൻ പറയുന്നതിനെ എങ്ങനെ ആളുകൾ ക്യാപ്ചർ ചെയ്യുന്നു എന്നുള്ളതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇസാൻ എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഒരു വീഡിയോ എടുക്കുമ്പോൾ? ഇസാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത് വീഡിയോ എടുക്കുമ്പോൾ? സ്ക്രിപ്റ്റ് എഴുതി തരില്ലേ ബ്രദർ? ഇത് ഇസാൻ വീഡിയോ എടുക്കാൻ വരുന്നു, അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇസാൻ? അങ്ങനത്തെ ഒന്നും ശ്രദ്ധിക്കല്ല. ജസ്റ്റ് വീഡിയോ എടുക്കുന്നു പോന്നു. അപ്പൊ ഈ ബ്രദർ എന്തെങ്കിലും സജഷൻസ് പറയാറുണ്ടോ? ഒറ്റ ടേക്കിലാണോ വീഡിയോസ് എടുക്കാറ്? എത്ര ടേക്ക് വരെ പോകും വീഡിയോസ്? 50. ഫസ്റ്റ് ടേക്കിൽ നിന്ന് 15th ടേക്ക് ആകുമ്പോ എന്താ ഡിഫറൻസാ വരിക? കാക്കക്ക് ദേഷ്യം പിടിക്കും. അതാണ് ചെയ്യാറ്. ഇസാന് വീഡിയോസിന് താഴെ വരുന്ന കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? ഒന്നും വായിക്കാറില്ല. അപ്പൊ കമന്റ്സ് വായിക്കാറില്ല, മെസ്സേജ് നോക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. എല്ലാം കാക്ക നോക്കല്. എല്ലാം കാക്കയാ നോക്കല്. ബ്രദർ പറഞ്ഞു തരാറുണ്ടോ ഇസാനുണ്ട് ഈ ചേച്ചി പറഞ്ഞു, ഈ ചേട്ടൻ പറഞ്ഞു, നല്ലതായിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഒന്നും പറയാറുമില്ല, ഫീഡ്ബാക്കും ഇല്ല. വീഡിയോ ഇടുന്നു പോന്നു, എടുക്കുന്നു പോന്നു, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇസാൻ ഒരു സെലിബ്രിറ്റി ആണെന്നറിയാവോ? അറിയാം. അതെങ്ങനെയാ അറിയാം? ഇസാൻ സെലിബ്രിറ്റി ആണെന്ന് എങ്ങനെയാ അറിയാം? വീഡിയോ എടുത്തിട്ട്. ഇസാനെ ആൾക്കാരൊക്കെ കാണുമ്പോ വീഡിയോ എടുത്തിട്ട് അപ്പൊ എന്നിട്ട് അവരെന്താ പറഞ്ഞു? ഇസാനെ പേഴ്സണലി വന്ന ആൾക്കാർ കാണാറുണ്ടോ? അവരേറ്റവും ആരെങ്കിലും കാണാൻ വന്നിട്ട് കുട്ടിയോട് പറഞ്ഞ കാര്യം എന്താ? ഇഷ്ടപ്പെട്ട കാര്യം ഒരു ഫോട്ടോ എടുക്കട്ടെ. അതാണോ? അതാണ് ഇസാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ബാക്ക് ടു കേരള ഫുഡി. ഏറ്റവും കൂടുതൽ ബാക്ക് ടു കേരള ഫുഡി. നേരത്തെ ചൈതന്യോട് ചോദിച്ച പോലെ കോണ്ടന്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് തോന്നുന്നത്? ചില വീഡിയോ നമുക്ക് തന്നെ തോന്നും അത് DSLR-ൽ എടുത്താൽ കൊള്ളാമെന്ന്. അങ്ങനെയാണെന്ന് അത് മാത്രം DSLR-ൽ ചെയ്യുക. ചിലതിന് നോർമൽ മൊബൈലിൻ്റെ ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നതിന് അങ്ങനെ ചെയ്യും. ചില ബ്രാൻഡുകൾ പറയുമ്പോൾ അവർക്ക് ക്വാളിറ്റി വീഡിയോ വേണമെന്ന്, നമ്മൾ അങ്ങനെ ചെയ്യും. വാമോനെ മലയാളികളുടെ സ്വന്തം M4Tech, ക്രാഫ്റ്റ്, ഫുഡ്, ട്രാവലർ, ടെക്, നാലും ഒരു കുട കീഴിൽ. വി വെൽക്കം യു സർ ടു ദ ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സമ്മിറ്റ്. താങ്ക് യു. ഹായ്. ജിയോയ്ക്ക് എന്താണ് ഈ ഒരു ഓഡിയൻസിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. മച്ചാമാരെല്ലാവർക്കും സുഖല്ലേ? വരാനായിട്ട് കുറച്ചധികം വൈകി പോയി. അതാണ് സ്പിരിറ്റ്. ഒരു ഹോസ്പിറ്റലൈസ് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ നേരത്തെ വരേണ്ടതായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും നല്ല എനർജി ഉള്ള പിള്ളേരല്ലേ? അയ്യോ എന്ത് എനർജി! അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ വൈകി വന്നതിൽ ക്ഷമ ചോദിക്കുകയാണ്, അത്രേ ഉള്ളൂ.
ഓക്കെ, നമുക്ക് ഓഡിയൻസ് സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോവാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇവരോട് 4 പേരോടും? ഞാനൊരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, കോമൺ ആയിട്ടാണ് ചോദിക്കുന്നത്, സക്സസ് ആവാനല്ല ബുദ്ധിമുട്ട്, ആ സക്സസ് ആയ പൊസിഷനിൽ നിലനിൽക്കാനാണെന്നുള്ളത്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും ക്രിയേറ്റേഴ്സ് ഫേസ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്, പലരും ഒരു ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ പോവാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ അത് ഇന്ന് നമ്മളുടെ കണ്ടന്റിന് റീച്ച് കുറയുക, അതല്ലെങ്കിൽ വേണ്ട ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സ് കുറയുക, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് തോന്നാറുള്ളത്? ഞാൻ പറയട്ടെ. ഓക്കെ. ഭയങ്കരമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. സത്യം പറയാലോ, ഇവിടം വരെ എത്തിക്കാനല്ല പാട്, ആ എത്തിച്ച സാധനം ആ ഒരു പാരലലി അല്ലെങ്കിൽ അതിനെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് കയറ്റി കൊണ്ടുപോകാനാണ് ഭയങ്കര പാട്. കാരണം അതുവരെ നമുക്ക് അല്ലടാ കളിച്ച് ചിരിച്ചൊക്കെ പോവാം. പക്ഷെ നമുക്കൊരു ലെവൽ എത്തിക്കഴിഞ്ഞ് നമ്മളെന്താ പറയുക, സെലിബ്രിറ്റി സ്റ്റാറ്റസ് അങ്ങനത്തെ കാര്യമല്ല, നമുക്ക് നല്ലൊരു ഏണിങ്സ് അതിൽ നിന്ന് കിട്ടി, അല്ലെങ്കിൽ ഒരു 10 പേര് നമ്മളെ പുറത്ത് പോകുമ്പോൾ നമ്മൾ അറിയപ്പെടണു, കുറച്ച് പേരുടെ ഉള്ളിൽ ശ്രദ്ധിക്കപ്പെടണു. പക്ഷേ എല്ലാത്തിനും ഒരു പീക്ക് കഴിഞ്ഞിട്ട് ഒരു ഡൗൺ ഉണ്ട്. ആ സമയമാണ് ഏറ്റവും പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റവന്യൂയുടെ കാര്യമായാലും അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെ ഇടയിൽ നമ്മൾ അംഗീകരിക്കപ്പെടുന്ന കാര്യമായാലും നമ്മൾ ചെയ്യുന്ന കോണ്ടന്റ് കറക്റ്റ് റീച്ചിലെത്തുന്ന കാര്യമായാലും എല്ലാത്തിനും നമുക്ക് ആ ഒരു പീക്കിലെത്തിക്കാൻ പറ്റും. കാരണം ഒരു എവിടെന്നെങ്കിലും ഒരു സ്ട്രൈക്കൊക്കെ നമുക്ക് കിട്ടി, നമുക്ക് നല്ലൊരു ഭാഗ്യമുള്ള ടൈമിലാണെങ്കിൽ അവിടെ വരെ എത്തിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അത് കഴിഞ്ഞ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പണിയാണ്. കാരണം പുതിയ പിള്ളേർ വരുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കേണ്ട സാഹചര്യം വരും അല്ലേ? അതുകൂടി ഉണ്ട്. മാറിക്കൊടുക്കില്ല. അതാണ്. അപ്പോൾ ആ പറഞ്ഞത് ഭയങ്കര ഒരു ചോദ്യമാണത്. ഭയങ്കര പാടാണ്. നമ്മൾ എത്തിക്കഴിഞ്ഞ് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ സത്യം ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന എനിക്കറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം വേണമെങ്കിൽ അപ്പോൾ പറഞ്ഞുതരാം. പക്ഷെ സംഭവം ഭയങ്കര പാടാട്ടോ, മെയിൻറ്റെയിൻ ചെയ്തു പോക്ക് ഭയങ്കര പാടാ. ഞാൻ എത്തിയിട്ടില്ല, എത്തിക്കഴിയുമ്പോ ആലോചിക്കാം. എളിമ ഭയങ്കര എളിമയാ. ഭക്ഷണം കഴിക്കുമ്പോഴും ഭയങ്കര എളിമയാണ്. 2 ബിരിയാണിക്ക് ഇരുന്നിരിപ്പിന് തിന്നും. ഞാനും ആക്കല്ല. എനിക്ക് അറിയില്ല, പക്ഷെ എനിക്കൊരു എന്താ പറയുക, ഒരു വീഡിയോ ഇപ്പോൾ ഭയങ്കര റീച്ചായി പോയിട്ട് പിന്നെ ഒരു കോണ്ടന്റ് ഒരു സ്റ്റക്ക് വരാറുണ്ട്. ഇനി ഒരു വീഡിയോ ഒരു 10 മില്യൺ അടിച്ചു എന്ന് വെച്ചോ, അപ്പം ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ അയ്യോ ഇനി അടുത്ത വീഡിയോ ഹിറ്റ് ആയില്ലെങ്കിൽ എന്തോ ചെയ്യും, അങ്ങനെ പറഞ്ഞ് ഞാൻ ഇടാണ്ടിരുന്നിട്ട് അക്കൗണ്ട് റീച്ച് അങ്ങ് കുറയ്ക്കും. അതാരും ചെയ്യരുത്, അത് ഭയങ്കര മണ്ടത്തരമാണ്. പിന്നെ നമ്മൾ ആലോചിക്കും പക്ഷേ അന്ന് ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങ് ഇട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കും. പിന്നെ അങ്ങനെ എന്താ പറയുക, ഡിപ്രഷനൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്, എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ഈ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വ്യൂസ് പറയുമ്പോൾ ഞാൻ ആദ്യം ജിനിച്ചേട്ടനെ വിളിക്കും, ചേട്ടാ വ്യൂസ് ഒക്കെ കുറയുന്നുണ്ടല്ലോ. Okay, so we have the next question from Ijaz. ഹായ്, കേരള ഫുഡിയോടാണ് ചോദ്യം. മൈക്ക് സ്ലോ ആണോ? ഹലോ, ഞാൻ കേട്ടിട്ടുണ്ട് ഫുഡ് ബ്ലോഗിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് പ്യൂർ വെജിറ്റേറിയൻ ആണെന്ന്. ഇത് ഭയങ്കര സ്ലോ ഉണ്ട് കേട്ടോ. ഞാൻ 0.5 സംസാരിക്കുന്നത്. പക്ഷെ അപ്പോൾ ഈ ഫുഡ് ബ്ലോഗിങ്ങിലേക്ക് കടന്നതിന് ശേഷമാണ് നോൺ വെജ് കഴിക്കാൻ തുടങ്ങിയത്. അത് ഫുഡ് ബ്ലോഗിങ്ങിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണോ? ഹൗസ് ദ ജേണി? അതൊക്കെ ഒരു കാലം, പ്രേമിച്ച് പ്രേമത്തിന് വേണ്ടി എല്ലാം തിരിച്ച കാലം, അതൊക്കെ പണ്ട്. ഇപ്പൊ അതല്ല, ഇപ്പൊ എല്ലാം തിന്നു. ഇപ്പൊ എന്താ കഴിച്ചേ? ലാസ്റ്റ് ഞാൻ പാമ്പിനെ വരെ കഴിച്ചു. എന്തൊരു, അവൻ എന്നെ പേഴ്സണലി അറിയാം, അതാണ് അവൻ ആ ചോദ്യം ചോദിച്ചത്. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു 4 വർഷം വെജിറ്റേറിയൻ ആയിരുന്നു. ആൻഡ് 4 വർഷം കഴിഞ്ഞ് പേജ് തുടങ്ങിക്കൊണ്ടാണ് ഞാൻ നോൺ വെജിറ്റേറിയൻ ആയത്. യെസ്, അതാണ് അതിൻ്റെ കാര്യം.
Okay, next we have Milan. ഹായ്, എനിക്ക് എല്ലാവരും കൂടി ആയിട്ടാണ് ചോദിക്കാനുള്ളത്. നിങ്ങളെല്ലാവരും ഡെയിലി ഓരോ വീഡിയോസ് വെച്ചിടുന്നവരാണല്ലോ. അപ്പോൾ നിങ്ങൾ റിസർവിൽ എത്ര വീഡിയോസ് ആണ് എടുത്ത് വെക്കാറ്? ലൈക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് എത്ര വീഡിയോ കയ്യിൽ കീപ്പ് ചെയ്യും ഡെയിലി പോസ്റ്റ് ചെയ്യാനായിട്ട്? അതുപോലെ തന്നെ നിങ്ങൾ പല ടൈമിലായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും. ഒരു ബെസ്റ്റ് ടൈം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ വീഡിയോ ഇടാനായിട്ട്? ഇന്ന ടൈമിൽ വീഡിയോ ഇടുമ്പോൾ റീച്ച് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോ? എല്ലാം ഓരോ അന്ധവിശ്വാസങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ല, ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്ന ആളല്ല. ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിരുന്നു. പിന്നെ എൻ്റെ 3 വീഡിയോ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ പോസ്റ്റ് ചെയ്തപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി തൊട്ട് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും റീച്ച്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ കുറച്ച് വീഡിയോ സ്റ്റോക്കിൽ ഞാൻ വെച്ചേക്കും ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ 4 മണിന്നൊരു സമയമുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് പോയിരിക്കും. ഫ്രൈഡേ എന്തായാലും 4 മണിക്ക് ഒരു വീഡിയോ എന്തായാലും പോയിരിക്കും. എല്ലാവരും ഓർത്ത് വെച്ചോണം. എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് ഭയങ്കര പാടാ വീഡിയോ ഉണ്ടാക്കാനായിട്ട്. കാരണം മിക്കവാറും ഒക്കെ പൊട്ടിത്തെറിക്കണതും കത്തിപ്പോണതും അല്ലെങ്കിൽ ബാറ്ററി കൊടുത്താൽ കറങ്ങണതും അങ്ങനത്തെയൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു വീഡിയോ തീരാൻ മിനിമം 3 ദിവസം എടുക്കും. ചില വീഡിയോ 1 മാസമൊക്കെ എടുക്കൂട്ടോ തീരാനായിട്ട്. അത് വേറൊരു സൈഡ്. അപ്പോൾ എനിക്ക് എപ്പോൾ വീഡിയോ ചെയ്ത് തീരണോ അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ ഇടണം. അതായത് എൻ്റെ സ്റ്റോക്കൊന്നും ഉണ്ടാവില്ല വീഡിയോ. അത് തന്നെയല്ല, സ്റ്റോക്ക് വെച്ചാൽ തന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. അത് എങ്ങനെയെങ്കിലും ഇടണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കുമല്ലോ എപ്പോഴും, ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്ന്. പിന്നെ സമയം ചോദിച്ചായിരുന്നു ഏത് ടൈമാണ് എന്നുള്ളത്. എനിക്ക് കൂടുതൽ ഓഡിയൻസ് വരുന്നത് കുട്ടികളാണ്. ഒരു 5ാം ക്ലാസ് തുടങ്ങി ഒരു +2 അല്ലെങ്കിൽ ഒരു കോളേജ് ലെവൽ കുട്ടികൾ. അപ്പോൾ ഇവർക്ക് ക്ലാസ് വിട്ട് വരുന്ന സമയം എന്ന് പറഞ്ഞ ഒരു 4 മണി. അപ്പോൾ 4 മണിയും കഴിഞ്ഞ് ചായ കുടിച്ച് ഇവർ കളിക്കാൻ പോയി വീട്ടിൽ വന്നു കഴിയുമ്പോൾ 6 മണി 6:30. അപ്പോൾ ഞാൻ 7 മണിക്ക് ഇടും. അപ്പോൾ അതും എല്ലാ ദിവസവും 7 മണിക്കല്ല, വെള്ളി, ശനി, ഞായർ. കാരണം ഈ ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഫോൺ കൂടുതലായിട്ട് കാരണവർ കൊടുക്കും. അപ്പോൾ എൻ്റെ ഓഡിയൻസിനെ എനിക്ക് ബീറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് കറക്റ്റ് ടൈം. അപ്പോൾ അങ്ങനെ നോക്കി ചെയ്യും. നിങ്ങളുടെ കേസിൽ അങ്ങനെ തന്നെ അല്ലേടാ? ഞാൻ സ്കൂളില്ലാത്ത ദിവസമാണ് വീഡിയോ ഇടല്. അന്ന് തന്നെ ഒരു 2-3 വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യും. നീ M4ടെക്കിൻ്റെ വീഡിയോ കാണാറുണ്ടോ? പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ദിവസവും ഇല്ല, ഒരു സമയവും ഇല്ല. വീഡിയോ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടൂ. വീഡിയോ ഉണ്ടാവാനാണ് ബുദ്ധിമുട്ട്. പിന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീഡിയോ നമുക്ക് കാണുമ്പോൾ അറിയാം ഈ വീഡിയോ ആൾക്കാർ ഷെയർ ചെയ്യും, വേറെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ ചാൻസ് ഉള്ള വീഡിയോസാണ്. അങ്ങനെയുള്ളതാണെങ്കിൽ ഞാൻ ഏത് സമയത്ത് ഇട്ടാലും എനിക്ക് പേടിയില്ല. കാരണം അതിൻ്റെ ഒരു അൽഗോരിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആൾക്കാർ ഷെയർ ചെയ്യുന്ന വീഡിയോസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആണ്. അത് എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടി അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയൊരു സ്ഥലമാണ്, അപ്പോൾ വേറൊരു ഫ്രണ്ടിനായിട്ട് പോകാൻ ആഗ്രഹമുണ്ട്, അവർക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഏത് സമയത്ത് ഇട്ടാലും വർക്കാവും. അതല്ലാത്ത ഒരു പുഷ് വേണം എന്ന് തോന്നുന്ന വീഡിയോസ് ആണെങ്കിൽ നമ്മളുടെ ഇൻസൈറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഓഡിയൻസ് ഏറ്റവും കൂടുതലുള്ള സമയം ആ ഒരു സമയത്തിന് ഒരു 1 hour മുമ്പായിട്ട് ഇടുക എന്നുള്ളതാണ്. Okay, next is a final question from Alan. ഹായ് ഇസാൻ. ഹായ്, ഇസാൻ്റെ വലിയ ഫാനാണ് കേട്ടോ. താങ്ക് യു. ആക്ച്വലി ഇസാൻ എന്നാണ് പേരെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. മീൻസ് മുഖമാണ് ഓർമ്മ അല്ലേ. ഇസാൻ്റെ മുഖം കൊണ്ടാണ് ഫാനായതെന്ന് പറയാം. മീൻസ് ഇസാൻ്റെ ആക്ടിങ് പരിപാടിയും പെർഫോമൻസും ഒക്കെ കണ്ടിട്ട് ഒരു വഴിതെറ്റിപ്പോകുന്ന വീഡിയോ ഉണ്ടല്ലോ, അതാണ് ആദ്യം കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം പേജിലെ മിക്ക വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ ആക്ടിങ് ഒക്കെ. പിന്നെ ഗോവിന്ദിനോടാണ് അടുത്ത് ചോദിക്കാനുള്ളത്. ഗോവിന്ദ് പറഞ്ഞൊരു 12 വർഷം ഗവൺമെൻറ് സെക്ടറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഈ കോണ്ടന്റ് ക്രിയേഷൻ പരിപാടിയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള രീതിയിൽ. അപ്പം എങ്ങനെയാണ് അങ്ങനൊരു തോട്ട് മൈൻഡിൽ വരുന്നതെന്നുള്ളതാണ്. മീൻസ് 12 വർഷം ഒരു ഗവൺമെൻറ് സെക്ടറിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി
പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു കോണ്ടന്റ് ക്രിയേഷൻ ഐഡിയ ആയിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളൊരു തോട്ട് വന്നതെന്നുള്ളതാണ് ചോദ്യം. അതേപോലെ തന്നെ ഈ M4Tech-നോടും ചൈതന്യോടും ഏത് ടൈമിലായിരിക്കും നിങ്ങളുടെ മൈൻഡിലും ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ ഒരു പ്രൊഫഷനായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു തോട്ട് വന്ന് നിങ്ങളുടെ ചുരുക്കി എന്നറിയാൻ സാധിച്ചാൽ നന്നായി. ഞാൻ ആക്ച്വലി 18ാമത്തെ വയസ്സിലാണ് ഗവൺമെൻറ് ജോബിൽ കയറുന്നത്. സോ എനിക്ക് ആക്ച്വലി എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അതിൻ്റെ കമ്പാഷനേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടിയ ജോലിയാണ്. അപ്പം അന്ന് എനിക്ക് ആക്ച്വലി ജോലിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. കോളേജിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഇയർ പോകാൻ പറ്റാതെ കോളേജിലേക്ക് പോവാണ്, അല്ല ജോലിക്ക് പോവാണ്. ഞാൻ എവിടേക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ഡേ ജോലിക്ക് പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ആദ്യത്തെ ദിവസമാണ്, ഉച്ചയാകുമ്പോൾ എന്നെ വിടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ അമ്മയുടെ ഒപ്പമാണ് ജോലിക്ക് പോണത്. ഫസ്റ്റ് എനിക്ക് അപ്പം ആലോചിക്കുമ്പോൾ ഞാൻ LKGക്ക് എൻ്റെ അമ്മേനെ കൊണ്ടാക്കിയത് എനിക്ക് ഓർമ്മ വരണേ. ഹാഫ് ഡേ കഴിയുമ്പോൾ വിടുമല്ലോ, അപ്പോൾ തിരിച്ച് അമ്മയുടെ ഒപ്പം തന്നെ പോരാ. ആദ്യത്തെ ദിവസമാണ്, ആദ്യത്തെ ദിവസം അവിടെ കൊണ്ടാക്കിയിട്ട് അമ്മ പോയി. പിന്നെ എനിക്ക് അവിടെ ഇരുന്നിട്ട് എനിക്ക് മനസ്സിലാവണം, എൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 50 വയസ്സും അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ഒക്കെ ഒരു പ്രായമുള്ള ആൾക്കാർ. സോ എൻ്റെ പ്രായത്തിൽ ആ കോർപ്പറേഷനിലേ ആരുമില്ല. അപ്പോൾ അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ അതൊരു ഒരു ഡെയിലി റുട്ടീൻ പോലെ കണ്ടു. നമ്മളെല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ബാത്റൂമിൽ പോകുന്നു, അപ്പിയിടുന്നു. അതുപോലെ ആ ഒരു റുട്ടീനിൽ പെടുന്ന ഒരു കാര്യമായിട്ട് ആ ജോലിനെ കണ്ടു. ആൻഡ് എൻ്റെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ഞാൻ വോളിബോൾ കളിക്കാൻ പോകും, ഫുട്ബോൾ കളിക്കാൻ പോകും, ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും, ബോക്സിങ്ങിന് പോകും. അതിൻ്റെ കൂടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഭക്ഷണം കഴിക്കാൻ പോകാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഫുഡ് കഴിക്കാൻ പോകും. എനിക്ക് സാലറി കിട്ടുന്നതിൻ്റെ പകുതി പൈസ ഒന്നില്ലെങ്കിൽ ഷൂ വാങ്ങിക്കും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ് കളയാറ്. അപ്പോൾ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പതുക്കെ ഇതിൽ നിന്ന് നമുക്ക് പൈസ കിട്ടി തുടങ്ങി. അപ്പോൾ പിന്നെ അതൊരു രസമുള്ള പരിപാടിയാണല്ലോ. അപ്പം കുറച്ച് കൂടി നമ്മൾ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ഗവൺമെൻറ് ജോബിൽ അത്യാവശ്യം ലീവൊക്കെ ഉണ്ട്. നമ്മൾ ചില ടൈമിലൊരു 10 ഡേ ഒക്കെ അടുപ്പിച്ച് ലീവ് വരും. ഓണത്തിൻ്റെ ടൈമിൽ ഒരു 3 ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ഒരു 9 days 10 days അടുപ്പിച്ച് ലീവ് കിട്ടും. ആ സമയത്ത് എങ്ങനെയെങ്കിലും ട്രിപ്പ് പോവും. ആ ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ മാക്സിമം വീഡിയോസ് എടുത്ത് വയ്ക്കും. സാറ്റർഡേ സൺഡേ എന്തായാലും എവിടെയെങ്കിലും പോയി വീഡിയോ എടുക്കും. പാഷനേറ്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്കതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടേൺ വന്നു തുടങ്ങി. നമുക്ക് റിട്ടേൺ വരുന്നുണ്ട്, നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റും എന്ന് നമുക്കൊരു ടൈമിൽ നമുക്ക് തോന്നുമല്ലോ. ആ സമയത്ത് നമ്മൾ ഫിറ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അത്രയും സമയം എടുക്കണമെന്ന് ഞാൻ പറയില്ല. പിന്നെ ഒരാൾ ലൈഫിൽ സക്സസ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് സമയത്ത് വേണമെങ്കിലും സക്സസ് ആവും. അതിനങ്ങനെ പ്രത്യേകിച്ചൊരു പ്രായമോ അങ്ങനെ ഒന്നുമില്ല. ചിലപ്പോൾ ഒരാളുടെ പാഷൻ കണ്ടെത്തുന്നത് ഭയങ്കര ഏജായിട്ടായിരിക്കും. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമുക്ക് എന്താണ് നമ്മുടെ കഴിവ്, നമ്മളെന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു പാടാണ്. അതൊരു വലിയ മൊമെൻ്റാണ്. സോ അത് റിയലൈസ് ചെയ്യാൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കുറേ ടൈം എടുക്കും. ഞാൻ 12 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് എനിക്കത് റിയലൈസ് ആയത്. ആ സമയത്ത് ഞാൻ ക്വിറ്റ് ചെയ്തു. ആ സമയത്ത് ഞാൻ ക്വിറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ആ ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്നുണ്ടാവുന്ന. എനിക്ക് തോന്നുന്നു ഒരു 60 വയസ്സ് വരെ ഞാൻ അതേ ജോലിയിൽ തന്നെ തുടരേണ്ട വന്നേനെ. ഇതൊന്നും അല്ല കേട്ടോ, ഇവൻ ബേസിക്കലി ഭയങ്കര മടിയനാ. സ്ഥിരമായിട്ട് ജോലി ചെയ്യാനൊന്നും ഇഷ്ടമില്ല, അതല്ല സംഭവം. ഇതിങ്ങനെ പറയുമ്പോൾ അവന് പച്ചയ്ക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ് പുള്ളി. ഇവന് സ്ഥിരം പണിക്കൊന്നും പോകണമെന്ന് ഇഷ്ടമല്ല, അതല്ല സംഭവം. എന്നോട് ചേട്ടൻ എന്തോ ചോദിച്ചായിരുന്നു അല്ലേ, ഞങ്ങളുടെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ M4Tech എന്ന് പറയുന്നൊരു ചാനലിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ പ്രവീണെ വന്ന് കയറിയിട്ടുണ്ടാവൻ അവിടെ വണ്ടി പാർക്ക്. വരില്ല അതങ്ങനെയാ, ഇല്ല അത് കയറില്ല. പ്രവീൺ ആണ് M4Tech എന്ന് പറയുന്ന ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, യൂട്യൂബ് ചാനൽ. 2016 16. അപ്പോൾ ഞാൻ അന്ന് ഇവിടെ SFOയിൽ വർക്ക് ചെയ്യണു കാക്കനാട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പോളി കഴിഞ്ഞ് കുറേ നാൾ കൽപ്പണിക്ക് പോയായിരുന്നു, തേപ്പിന് പോയായിരുന്നു, കാന വൃത്തിയാക്കാൻ വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം നമ്മുടെ പ്രവീൺ വിളിക്കുന്നത്. അതായത് യൂട്യൂബ് ആളുകൾ കണ്ടു തുടങ്ങുന്ന സമയം. അന്ന് അംബാനി മറ്റേ ഫ്രീ നെറ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടല്ലേ,
കൊടുത്തിട്ടില്ലേ? ആ, കൊടുത്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. ആ ഒരു സമയത്താണ് പ്രവീൺ വിളിക്കുന്നത്. പ്രവീൺ എന്ന് പറഞ്ഞാൽ നല്ല ഇൻട്രോവേർട്ടാ, ആരോടും അങ്ങനെ സംസാരിക്കൊന്നുമില്ല, എന്നോട് തന്നെ. അപ്പോൾ പ്രവീൺ ഒരു ദിവസം എന്നെ വിളിക്കുകയാണ്, എടാ യൂട്യൂബിൽ ഞാനൊരു സാധനം തുടങ്ങുന്നുണ്ട്, നീ വരുമോ, ആങ്കർ ചെയ്യോ? ഒന്ന് സോറി കേട്ടോ, ഞാൻ മറന്നുപോയി. ആ, അപ്പോൾ ഇങ്ങനെ ഒരാൾ നമ്മളോട് പെട്ടെന്ന് വിളിച്ചിട്ട് എന്താണ് യൂട്യൂബ്, എന്താ ഒന്നും അറിയില്ല, ഞാനൊരു സാധനം തുടങ്ങുന്നുണ്ട് യൂട്യൂബിൽ, നീ ആങ്കർ ചെയ്യോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്ക് പണിയൊന്നുമില്ലല്ലോ, ഞാൻ വരാടാ. അങ്ങനെ ചെന്നു. അപ്പോൾ അന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംബാനി നെറ്റ് ഇങ്ങനെ വാരിക്കോരി തരുമായിരുന്നു. ഇന്ന മക്കളെ പിടിച്ചോ 6 മാസം ഫ്രീ. അപ്പോൾ യൂട്യൂബിൽ ആ സമയത്തൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു, വല്ല ഇന്ന നായികന്മാർ അവിടെ പോകുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ പാട്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത്. അതായത് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തന്നെ ഒരു വൾഗർ പ്ലാറ്റ്ഫോമായിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരുടെ മൈൻഡിൽ നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ പ്രവീൺ പറഞ്ഞു നമുക്ക് ടെക് ന്യൂസുകൾ ഇടാം. അപ്പോൾ ടെക്കിൻ്റെ ന്യൂസ് ഇട്ടു, ഒരു മനുഷ്യൻ കണ്ടില്ല. പിന്നെ പുതിയ ഓഫറുകൾ വരുന്നത് ഇട്ടു, അതും ആരും കണ്ടില്ല. ഏകദേശം ഒരു 6 മാസത്തോളം, 3 മാസത്തോളം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചറവറ വീഡിയോ ഇട്ടു. ആകെ 3-4 പേരാണ് കണ്ടത്. അതായത് അത്ര പേരെ കണ്ടുള്ളൂ 6 മാസം. അപ്പോൾ പ്രവീൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ നമ്മൾ തുടങ്ങിയിട്ട് പെട്ടെന്നൊരു സക്സസ് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, കാരണം ആളുകൾ എന്താണ് യൂട്യൂബിൽ നിന്ന് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അങ്ങനെ കാത്തിരുന്നു. പിന്നെ മനസ്സിലായി നമുക്ക് ഈ ടെക് ന്യൂസുകളും ടെക്കിൻ്റെ കാര്യങ്ങളൊന്നും അല്ല, എനിക്ക് എന്താണ് അറിയാവുന്നത് ആ സാധനം ഞാൻ ഷോക്കേസ് ചെയ്താലേ കാര്യമുള്ളൂ എന്ന് എനിക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യം ആകെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇലക്ട്രോണിക്സ് അറിയാം, ഇത്തിരി കുളം ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ബേസിക്കലി ഞാനും ഇൻട്രോവേർട്ടാണ്. അതായത് ഞാൻ ഈ വീഡിയോയിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി സംസാരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ഞാൻ ഇൻട്രോവേർട്ടാണ്. ഏതെങ്കിലും ഒരു 5 മിനിറ്റ് സമയം കിട്ടിയാൽ എനിക്ക് ഏതെങ്കിലും ഒരു മൂലൊക്കെ പോയി ആരോടും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുക. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, സത്യമായിട്ടും. ബേസിക്കലി ഞാൻ പറയാല, സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന 90% പേരും ഇൻട്രോവേർട്ട്സ് ആയിരിക്കുള്ളൂ. അവർ ഇൻട്രോവേർട്ട് അല്ല എന്ന് സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഭയങ്കര എനർജിയൊക്കെ പുറത്തെടുത്ത് ഭയങ്കര സംഭവമായിട്ടൊക്കെ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ, എക്കത്തിൻ്റെ ഗ്യാസ് തീരും. സത്യമല്ലേടാ? ഞാൻ എക്സ്ട്രീംലി എക്സ്ട്രോവേർട്ടാണ്. ഇവനെ ഞാൻ 90% ബാക്കി 10 ഉണ്ട്. മറ്റേ ഹാർപ്പിക്ക് ഒഴിച്ചാലോ 2%. വേണ്ട വേണ്ട, ഞാൻ ഏറി കയറും. അപ്പോൾ ബേസിക്കലി അതാണ് കേട്ടോ, മോസ്റ്റ് ഓഫ് എല്ലാവരും ഇവന്റെ കാര്യത്തിൽ സത്യമായിരിക്കും. കാരണം ഇവൻ ഫോൺ വിളിച്ചാലൊന്നും കോൾ എടുക്കില്ല, ആരുടെ അടുത്ത് സംസാരിക്കില്ല. നിന്റെ കാര്യത്തിലൊക്കെ ഭക്ഷണം കഴിക്കാനും എന്തെങ്കിലും വിളിച്ചിട്ട് ഞാൻ വരാണ്ടിരുന്നുണ്ടാന്ന് ചോദിച്ചു നോക്ക്. ഇല്ല, വിളിച്ചിട്ടേ ഇല്ല അതിന്റെ ഭക്ഷണം കഴിക്കാൻ. ഇനിയിപ്പോൾ കഥയൊക്കെ മാറൂട്ടോ. അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ബേസിക്കലി ഞാൻ ഇൻട്രോവേർട്ട് ആണ്. അപ്പോൾ ആളുകളുടെ മുമ്പിൽ അതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹായ് മച്ചാമാരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചയെടുത്ത് സംസാരിച്ചു തുടങ്ങിയത്. പിന്നെ അത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഞാൻ ഹായ് മച്ചാമാരെ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് അടുത്ത വീഡിയോയിൽ വന്നിട്ട് ഹായ് മച്ചാമാരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ഇറങ്ങി പോടാ ഈ ഏതാടാ എന്ന് ചോദിക്കൂലേ. അപ്പോൾ പിന്നെ അത് നമ്മളുടെ ഒരു പാറ്റേൺ ആയിട്ട് കയ്യിൽ പിടിച്ചു. പിന്നെ എന്താ പറയാ, അങ്ങനെ വന്നു ആദ്യം 1000 പേര് കാണാനുണ്ടായി, 2000 ആയി, ലക്ഷങ്ങളായി, അത് 10 ലക്ഷമായി. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വന്നിരിക്കണു. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു അവസ്ഥ ഇപ്പോൾ ഫേസ് ചെയ്യാണ്. അതായത് മുകളിൽ കൊണ്ടുവന്ന് എത്തിച്ച സാധനം മെയിൻറ്റെയിൻ ചെയ്യാൻ പെടുന്ന പാടാണ് ഇനിയുള്ളത്. പിന്നെ അന്നൊക്കെ ഫ്രഷ് ആയിരുന്നല്ലോ, അപ്പോൾ നമുക്ക് പണിയെടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ ഫ്രഷ് അല്ലാണ്ടാവും, നമ്മൾ ചെയ്ത പണി തന്നെ ചെയ്ത് നമുക്കും ബോറിംഗ് ആവും, മടിയാവും. അങ്ങനെ നല്ല മടി പിടിച്ചു. മച്ചാന് പല ഐഡിയാസും പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ്. കുറച്ച് വീഡിയോസ് കയറാറില്ല, അത് പറഞ്ഞു തരാറുള്ളതാണ്. ഓക്കെ, എൻ്റെ തള്ളുകൾ ഞാൻ നിർത്തുന്നു. അടുത്ത മോനെ പറയട്ടെ കുട്ട.
എനിക്കൊന്നും പറയാനില്ല. കോവിഡിന്റെ ടൈമിലാണ് ഫസ്റ്റത്തെ വീഡിയോ തന്നെ നല്ല റീച്ച് അയക്കണേ. അതോ അത് ബ്രദറ്, എനിക്ക് 2 ബ്രദറുണ്ട്. മൂത്ത ബ്രദർ ഇളയ ബ്രദറിനോട് ചെയ്തപ്പോ കിട്ടിയില്ല, എന്നോട് ചെയ്തപ്പോൾ കയറിപ്പോയി. മറ്റേ സാധനല്ലേ, ചിലവരുടെ ശരിയാവും ചിലവരുടെ ശരിയാവില്ല. ഞാൻ ഇപ്പൊ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാൻ തുടങ്ങി. എടാ നീ പറഞ്ഞത് ബ്രദർ കേട്ടിണ്ടാവില്ലേ? അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ ചോദിക്കൂലേ ബ്രദർ ഇവിടെ എല്ലാം ഉണ്ട്. എവിടെ ബ്രദർ എവിടെ? ഒന്നും ചെയ്യണ്ടട്ടോ വീട്ടിൽ ചെന്നിട്ട്. നന്നായി മറക്കരുത്. മറന്നുപോയി. ഞാൻ ഇന്ത്യന്റെ മുഖ്യമന്ത്രിയാവും. നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ച മോഡിസോടെ വാങ്ങിത്തരാം. ഹായ്, ഞാൻ 9th വെക്കേഷനിലാണ് വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ചുമ്മാ ചെയ്തു തുടങ്ങിയതാ. ഞാൻ ക്ലാസിക്കൽ ഡാൻസറായിരുന്നു. അപ്പം ചുമ്മാ ഡാൻസ് വീഡിയോസ് ചെയ്തു തുടങ്ങിയതാ. ഒരു പാഷൻ്റെ പുറത്ത് ഇഷ്ടം, ചുമ്മാ ഒരു തമാശയ്ക്ക് ചെയ്തു തുടങ്ങിയതാ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം വളരെ സീരിയസ് ആയി. എന്താ പറയുക, ഒരു പ്രൊഫഷൻ പോലെ തന്നെയാണ്. ഒരു 10th 12th ഒക്കെ വരെ എനിക്ക് അപ്പോഴും എനിക്ക് അറിയില്ല ഇതെന്താ സംഭവം എന്ന്. എനിക്ക് എന്താ പറയുക, ഏർണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, നല്ല കാര്യമാണല്ലോ, കുഴപ്പമില്ല, കൂളാണല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് എന്ന് പറയുന്നൊരു സംഭവം വന്നത്. ഞാൻ എന്നെ മാനേജ് ചെയ്യുന്ന മങ്ക് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോഴാണ് എന്താണ് ഈ സംഭവം, എന്താണിത് എന്നെനിക്ക് മനസ്സിലാവുന്നത്. ഈ കാണുന്നതൊന്നും അല്ല എന്നെനിക്ക് മനസ്സിലായി. നമ്മൾ ചുമ്മാ തമാശയ്ക്ക് ചെയ്യുന്ന പരിപാടിയല്ല, ഇതൊരു പ്രോപ്പർ ബിസിനസ് ആക്കാം എന്നല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തൊട്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. കാര്യം ഇത് എത്ര നാൾ നിൽക്കും എന്നറിയില്ല, പക്ഷേ ഉള്ള ടൈം വരെ നമുക്ക് നല്ല ഉണ്ടാക്കാൻ പറ്റും എന്നെനിക്ക് മനസ്സിലായി. അത്രയേ ഉള്ളൂ, വളരെ ചുരുക്കി പറഞ്ഞു ഞാൻ. അത്രയേ ഉള്ളൂ. താങ്ക് യു. നമുക്കിതൊരു നല്ല സെഷനാണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ചൈതന്യ, താങ്ക് യു സാൻ, താങ്ക് യു ഗോവിന്ദ്, ആൻഡ് താങ്ക് യു എംഫടെക്. താങ്ക് യു.